ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു തീയലാണ്. അതിന് തേങ്ങ ചിരണ്ടി പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി തേങ്ങ ഇട്ട് വറ്റൽ മുളക്, ഒരു ശകലം ചുമന്നുള്ളി, അല്പം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് വറുത്ത് തേങ്ങ ഒരു ബ്രൗൺ നിറമാകുന്നിടം വരെ വറക്കണം. അത് കഴിഞ്ഞ് നമ്മളത് മാറ്റി വെച്ചിട്ട് അതൊന്ന് തണുത്ത ശേഷം അരച്ചെടുക്കാനാണ് ഞാൻ കലി വെച്ച് അരയ്ക്കുന്നത് കേട്ടോ. പിന്നെ ചുമന്നുള്ളിയും അല്പം കാന്താരിമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കൂണ് എനിക്ക് പറമ്പിൽ നിന്ന് കിട്ടി. അത് ഞാൻ ക്ലീനാക്കി മഞ്ഞൾ വെള്ളത്തിനകത്തിട്ട് ഉപ്പും ചേർത്ത് അതിനകത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ്. നമുക്ക് വല്ല പിന്നെ കീടാണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ മഞ്ഞളും ഉപ്പും കൂടിയിട്ട് പിഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. പിന്നെ കരിവേപ്പില ഞാൻ അരയ്ക്കുന്നതിനകത്തും ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്തിട്ട് വഴറ്റുമ്പോൾ അതിനകത്തൊരു ശകലം കരിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. നല്ലതാണ്, അത് നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും. പിന്നെ തീയലിന് ഒരുപാട് കഷ്ണത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് കഷ്ണം മതി. ഒരു തണ്ട് കൂണും കൊണ്ടല്ലാതെ എന്തോ ചെയ്യാനാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ നോക്കപ്പം ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ചട്ടി അടുപ്പേ വെച്ചിട്ട് ആദ്യം കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്പം ചുവന്നുള്ളി, ഒരു ശകലം കാന്താരിമുളകും അരിഞ്ഞ് വെച്ച ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കൂണും കൂടി ഇട്ട് കൊടുക്കും. കൂണും കൂടെ ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാം. തീയലിന് അങ്ങനൊന്നുമില്ല, എല്ലാം വെവ്വേറെ ഇട്ട് അങ്ങനൊന്നും വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചെയ്യാം. ഇതെല്ലാം എളുപ്പം വേകുന്ന സാധനങ്ങളാണ്. ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഞാനിത് വഴറ്റിയിരിക്കുന്നത്. കൂൺ പിഴിഞ്ഞപ്പോഴും ഉപ്പും മഞ്ഞളും കൂടെ ചേർത്താണ് പിഴിഞ്ഞത് കേട്ടോ. പിന്നെ കരിവേപ്പിലയുടെ കൂലി എങ്ങനെ നീളം അതിന് മുറിച്ചിടാം. ഇളക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് അടച്ച്, അതുപോലെ പിന്നെ നെല്ലിയോളം വാളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തീയലിന് പുളിയും ഉപ്പും ചേർക്കണം. അതുപോലെ തേങ്ങ വറുത്തരച്ച് വെക്കുക എന്നുള്ളതാണ് കൂടുതലും തീയലിന് സ്വാദ് കൂട്ടുന്ന കാര്യം. ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടം ചോറ് നമുക്ക് വേറൊരു കറി ഉണ്ടാക്കി കൂട്ടി കഴിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് തേങ്ങ വറക്കുന്ന കാര്യം മാത്രമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. ഞാൻ കഷ്ണമെല്ലാം കൂടെ എണ്ണയിൽ അത് ഒന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വയ്ക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ട് പുളിവെള്ളം ഒഴിക്കണം. പുളിയും ഉപ്പും കൂടെ ഈ ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഒന്ന് തിളക്കുമ്പോൾ അരക്കുക. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അരച്ചെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരകല്ലയിൽ അരയ്ക്കുന്ന കുറച്ചുകൂടെ തീയിലൊക്കെ വെക്കുമ്പം ഒരു ടേസ്റ്റ് കൂടുതൽ. പിന്നെ പിന്നെ എളുപ്പം ജോലി ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതൊന്നും പറ്റത്തില്ല, അവർക്ക് മിക്സിയിൽ അരയ്ക്കുക. എളുപ്പം ചെയ്യാവുന്ന ഒരു കറിയാണ്. ഇതിൻ്റെ തേങ്ങ വറുത്ത് അരയ്ക്കുന്നതാണ് ഇച്ചിരി വറക്കാനുള്ള ഒരു താമസം. പുളിവെള്ളം ഒഴിക്കുകയാണേ. അരച്ചൊന്ന് തിളച്ച് കഴിയുമ്പം അരപ്പ് ഇടാം. ഇങ്ങനെ കടുവ് ഇറക്കത്തൊന്നുമില്ല കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീയലില്ല. വെന്ത് കുറുകി എണ്ണ തെളിഞ്ഞാൽ തീയിൽ വാങ്ങാം.
തിളച്ചിട്ടുണ്ട്. തീ നന്നായിട്ട് തിളച്ചു. അതിനകത്തോട്ട് അരപ്പിടാം. ഞാൻ ഇത് കല്ലേൽ അരച്ച കേട്ടോ, അല്ലാതെ മിക്സിക്കകത്തൊന്നും അരച്ചല്ല. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ലൊരു കറി തന്നെയാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ വെച്ച് കൂട്ടി നോക്കുക. കൂണ് കിട്ടുവാണെങ്കിൽ കൂണ്, അല്ലെങ്കിൽ നമുക്ക് പയർ കൊണ്ടും പാവയ്ക്ക കൊണ്ടും ഒക്കെ തീയലുണ്ടാക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് വാങ്ങി വെച്ചതാണ്, ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അതിൻ്റെ തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന പണി കഴിഞ്ഞ് കഴിയും. പിന്നെ അതൊന്ന് അരച്ചെടുക്കുക, ബാക്കിയൊക്കെ എളുപ്പമാണ്. ഒരു നാടൻ കറിയാണ് തീയൽ. നിങ്ങൾ